Dear students, in the last class, we have studied about stimulus. The senses that evoke responses in organisms are called stimuli. From where these stimuli are formed? These stimuli are formed from our immediate surroundings, that is, outside our body, or these stimuli are formed inside our body. The stimuli that are formed outside our body or formed from our immediate surroundings are called external stimuli, and the stimuli that are formed inside the body are known as internal stimuli. The examples of external stimuli are taste, touch, sound, cold, light, smell, etc. And the examples of internal stimuli are hunger, thirst, headache, etc. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ദീപനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങളെന്നും അവ നമ്മുടെ ശരീരത്തിൻ്റെ പുറമേ നിന്നും, അതായത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകാം എന്നു നമ്മൾ മനസ്സിലാക്കി. ശരീരത്തിൻ്റെ പുറമേ നിന്നുണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ്, അഥവാ ചുറ്റുപാടിൽ നിന്ന് ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ് ബാഹ്യ ഉദ്ദീപനങ്ങളെന്നും ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ് ആന്തര ഉദ്ദീപനങ്ങൾ അഥവാ ആന്തരിക ഉദ്ദീപനങ്ങളെന്നും നാം മനസ്സിലാക്കി. ബാഹ്യ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് രുചി, സ്പർശം, തണുപ്പ്, ശബ്ദം, പ്രകാശം, ഗന്ധം അഥവാ മണം എന്നിവയെന്നും ആന്തരിക ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിശപ്പ്, ദാഹം, തലവേദന എന്നും നമുക്ക് മനസ്സിലായി. Today in this class we can study how does the body receive these stimuli. ഇന്ന് ഈ ക്ലാസ്സിൽ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുവാൻ നമ്മുടെ ശരീരത്തിൽ എന്ത് സംവിധാനമാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. Do you know how our body receive stimuli? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരത്തിൽ എന്ത് സംവിധാനമാണ് ഉള്ളത്? In the illustration 1.1, two organs, the picture of two organs are given. The first one is our tongue. In the tongue there are specialized cells which can receive stimuli, and the second one is the picture of an eye. In the eye there are different layers, and in the particular layer there are specialized cells which can receive the stimulus. The name of the layer we will study in the second chapter. So there are specialized cells are seen in the sense organs that can receive stimulus. These specialized cells are known as receptors. So what are receptors?
the specialized cells seen in the sense organ to receive the stimuli are known as receptors. താഴെ ചിത്രത്തിൽ രണ്ട് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന സംവിധാനങ്ങളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ നാവിൽ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ സഹായിക്കുന്ന സവിശേഷമായ കോശങ്ങളുണ്ട്. ആ കോശങ്ങളെ പറയുന്ന പേരാണ് ഗ്രാഹികൾ. അതുപോലെ നമ്മുടെ കണ്ണിന്റെ ചിത്രമാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അവിടെയും കണ്ണിലെ കാണപ്പെടുന്ന ഒരു പ്രത്യേക പാളിയിൽ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനുള്ള കോശങ്ങൾ കാണുന്നു. അവയും ഗ്രാഹികളാണ്. ഇവയെക്കുറിച്ച് കൂടുതലായി ഈ ഗ്രാഹികളെ കുറിച്ച് നമ്മൾ പഠിക്കും. വാട്ട് ആർ സെൻസ് ഓർഗൻസ്? In lower classes we have studied about sense organs. They are eye, nose, tongue, ear and skin. Sense organs ഇതിനെയാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. നമുക്ക് 5 പ്രധാന ജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളാണ് ഉള്ളത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. What are the functions of these sense organs? Sense organs help us to know about our surroundings, about our immediate surroundings. We know our immediate surrounding with the help of sense organs. എന്താണ് ഈ സെൻസ് ഓർഗനുകളുടെ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ധർമ്മം? ജ്ഞാനേന്ദ്രിയങ്ങൾ ചുറ്റുപാടുകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്ന നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ്. Do the receptors only seen in the sense organs? No, the receptors are also seen in the different parts of the body. So the receptors are the specialized cells seen in the sense organs and other parts of the body to receive the stimuli. അപ്പോൾ എന്താണ് ഗ്രാഹികൾ? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും കാണുന്ന സവിശേഷ കോശങ്ങളെയാണ് ഗ്രാഹികൾ എന്ന് വിളിക്കുന്നത്. What are the functions of receptors? Or how the receptors are working? The receptors which are seen in the sense organs and other parts of the body receive stimuli and generate suitable impulses. എന്താണ് impulses എന്ന് പറഞ്ഞാൽ? സന്ദേശങ്ങൾ അല്ലെങ്കിൽ ആവേഗങ്ങൾ or messages. ഈ ഗ്രാഹികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഗ്രാഹികൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. എന്താണ് ഗ്രാഹികളുടെ ധർമ്മം? ഈ ഗ്രാഹികൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. The changes that happen in the body of the organism after receiving the stimuli are known as responses. So what are responses? Responses are the changes that happen in the body of the organism after receiving the stimuli. Responses occur when these impulses generated or produced by the receptors
reach the brain. ഉദ്ദീപനത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രതികരണങ്ങൾ. ഉദ്ദീപനങ്ങൾ ഉണ്ടാകുമ്പോൾ ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നു. ഗ്രാഹികൾ ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. ഈ സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുമ്പോൾ തലച്ചോർ പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. So in short, what are the functions of receptors? Receptors that are seen in the sense organs and other parts of the body receive stimuli and they generate suitable impulses, and these impulses, when they reach the brain, the responses occurs. നമ്മൾ നേരത്തെ ഉദ്ദീപനങ്ങളെ കുറിച്ച് പഠിച്ചു, അതിനുശേഷം ഗ്രാഹികളെ കുറിച്ച് പഠിച്ചു. ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഗ്രാഹികൾ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. ആ സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുമ്പോഴാണ് നമ്മൾ സ്വീകരിച്ച ഉദ്ദീപനത്തിന് ഉള്ള പ്രതികരണം നമ്മുടെ ശരീരം നടത്തുന്നത്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നു നമ്മുടെ ശരീരം, ഗ്രാഹികൾ അവയെ സ്വീകരിക്കുന്നു, അവ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു, ആ സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നു, തലച്ചോറ് പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. റിസപ്റ്റേഴ്സ് റിസീവ് സ്റ്റിമുലൈ, they generate suitable impulses, and these impulses reach the brain and responses occurs. ഈ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും നമ്മുടെ നാഡി വ്യവസ്ഥയാണ്. എന്താണ് നാഡീവ്യവസ്ഥയുടെ ധർമ്മം? നാഡീവ്യവസ്ഥ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. In 8th standard, we have already studied about a tissue, animal tissue, which controls and coordinates all activities of the body and enables to respond by identifying the changes inside and outside the body. Do you remember that tissue? It is nervous tissue. ഇങ്ങനെ ഉദ്ദീപനങ്ങൾക്കനുസൃതമായി പ്രതികരിക്കാനും ശരീര പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും സഹായിക്കുന്ന ഒരു കലയെക്കുറിച്ച് നാം 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് നാഡി കല. We have already studied about the receptors, which are the specialized cells seen in the sense organs and other parts of the body to receive stimuli. These receptors are a part of nervous system. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുവാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റു ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന ഗ്രാഹികളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഗ്രാഹികൾ നാഡി വ്യവസ്ഥയുടെ ഭാഗമാണ്. Next we are going to study about the nervous system in human beings. അടുത്ത ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ശരീരത്തിലെ നാഡി വ്യവസ്ഥയുടെ ഒരു ചിത്രീകരണമാണ് കൊടുത്തിരിക്കുന്നത്. The main parts of human nervous system are brain, spinal cord, nerves and receptors. The important parts of the nervous system are brain and spinal cord. Spinal cord is the continuation of the brain. നാഡീവ്യവസ്ഥയുടെ ഏറ്റവും പ്രധാന ഭാഗമാണ് മസ്തിഷ്കവും സുഷുമ്നയും.
മസ്തിഷ്കത്തിന്റെ തുടർച്ചയായി കാണുന്ന ഭാഗമാണ് സുഷുമ്ന. ഇത് കൂടാതെ ശരീരത്തിൽ ഉടനീളം നാഡികളും കാണപ്പെടുന്നു. സോ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് നെർവസ് സിസ്റ്റം? Nervous system controls and coordinates all physiological functions, and it enables to respond by identifying the changes inside and outside the body. What are the parts of the nervous system? Brain, spinal cord, nerves and receptors. ആന്തരികവും ബാഹ്യവുമായ മാറ്റങ്ങൾക്കനുസരിച്ച്, അതായത് ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നതിന് അനുസരിച്ച് ശാരീരിക പ്രതികരണങ്ങളെ രൂപപ്പെടുത്തുകയും അവ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. എന്തെല്ലാമാണ് നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ? മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ.